ഞാനൊരു ചേന നടാൻ പോവുകയാണ്. ഒരു കുഴിയാക്കിയിട്ട് ഇന്നലെ ഞാൻ പൊരിച്ച ചേനയില്ലേ, അത് മുഴുവനായിട്ട് ഇതിൽ നടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ദിവസം മുമ്പേ ഒരു കുഴിയാക്കി വെച്ചിട്ടുണ്ടായിന്. അതിൽ ഇവിടെ തന്നെ ഒരു ചേന നട്ടിട്ടുണ്ടായിന്. ഞാനത് ഒരാഴ്ച മുമ്പേ ഇവിടെ എല്ലാം കിളച്ച് ഒന്ന് നോക്കി. ഇവിടെ തന്നെ അന്ന് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാനെന്ന് വെച്ചാൽ കിളച്ചിട്ട് ഏടി കാണുന്നില്ല, ഇത്ര ആഴത്തിൽ ഞാൻ കിളച്ചു. ഏതായാലും ഞാൻ ഇന്ന് വിചാരിച്ചു പോട്ടെ, ഏതായാലും ഇവിടെ തന്നെ ഇത് നടാം, പിന്നെ എങ്ങനെയും കിളക്കുമ്പോൾ അതിനെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചും കൂടെ 2 കൊത്തും കൂടെ കൊത്തിയതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നി വേര് പോലെ കാണുന്നുണ്ട്. ഞാൻ എന്താ കിളച്ചിട്ട് നോക്കിയത്, ഒന്നുകൂടെ കിളച്ചിട്ട് ഇതാ കണ്ട ഈ ചേന നമുക്ക് കിട്ടിയതാണ്. വലിയൊരു ചേന ഉണ്ടല്ലേ, ഇതാ കഴിഞ്ഞ കൊല്ലം നട്ട ചേനയായത്. പണിക്കാരെയാക്കി നട്ടാൽ ഇത്ര ആഴത്തിൽ ചേന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഉണ്ടാവും. ഇനി ഇത് നമുക്ക് മുറിച്ചിട്ട് നടാം. ഏതായാലും ഈ കുഴി മാന്തിയെടുത്ത് നമുക്ക് ഇന്നലത്തെ ആ ചേന കൊണ്ട് നടാം. ഏതായാലും ഈ അടിയിൽ ഞാൻ ലേശം കുമ്മായം പ്രധാനുണ്ട്. കുമ്മായം നല്ലതല്ലേ. പിന്നെ ലേശം കരിയിലയുടെ അത് കുഴിയാക്കിയത് വെറുതെ ആവണ്ട. ഉള്ള കാര്യമായില്ലേ, 2 കാര്യമായില്ലേ. കാണാതെ തന്നെ കിട്ടുകയും ചെയ്തു. ഞാൻ തീരെല്ലാം ഒന്ന് കച്ചവെക്കാനായിപ്പോൾ നിൽക്കുന്നു. വെള്ളം അടിച്ചു കൊടുത്തിട്ട് കച്ചവെക്കാനാണ് നിൽക്കുന്നത്. നിരാശപരമായി ഏറ്റവും വലിയ ചേനയാണ്. ഇവിടെ പണിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നെങ്കിലും അതിന് പൊരിച്ച് നടണം എന്ന് പറഞ്ഞിട്ട് നല്ല വൃത്തിയിൽ നട്ടതാണ്. അപ്പോൾ അയാളത് ആഴത്തിൽ നട്ടിട്ടുണ്ടാവും. ലേശം ചാണപ്പൊടിയും കൂടി ഇടാം, കളയണ്ടായത്. ഇതേതായാലും നോക്കാം നമുക്ക്. വേണമെങ്കിൽ എന്തെങ്കിലും പിന്നെ ഇട്ടാൽ മതിയല്ല, മണ്ണ് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ഇവിടെ എനിക്ക് വേസ്റ്റിലാക്കി കൊടുക്കാം. ഓരോന്നും പറ്റില്ല, എനിക്കാവില്ല, നശിക്കാതിരിക്കട്ട് നല്ല മണ്ണെല്ലാം പൊട്ടി കൊടുക്കുക. എന്നാലും ഈ ചേനയൊന്നും നിങ്ങളെ കാണാതെ ഈ ചേനയും കൂടെ നിങ്ങളെ കാണിക്കാലോ എന്ന് കേട്ടാണ്. ഇല്ലേ, നല്ല സാധനമുണ്ട്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ചേന കിട്ടിയിട്ടൊന്നുമില്ല നമുക്ക്. ഇത്രയും വലിയ ചേനയൊന്നും ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. കണ്ടില്ലേ, അതാ എല്ലാവരും ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാലും വേണേ.